ഇങ്ങനെ ഒരു അജ്ഞാത കോൾ വന്നു സ്റ്റീഫൻ. ആദ്യം വിശ്വസിക്കാനായില്ല. പക്ഷേ രണ്ടാമത് എനിക്ക് അതേ കോൾ വന്നു, അതേ ശബ്ദം, അതേ നമ്പർ. ആരെന്നറിയാൻ പറ്റൂ സിക്കെ? വിളിച്ചവർ ആരായാലും അവർക്ക് ചെറിയൊരു പിഴവ് പറ്റി സ്റ്റീഫൻ. വിളിക്കുന്നത് സീക്കയാണെന്ന് അവർ മറന്നുപോയിരിക്കും. ആ TV ചാനലിൽ നമ്മുടെ ആളുകൾ പോയി, പക്ഷേ അവർക്കാർക്കും അതേപ്പറ്റിയൊന്നും അറിയില്ല. എന്നാ ഒരു കാര്യം സത്യ സ്റ്റീഫൻ, ആ TVയില് റോസി മർഡറിലെ തെളിവുകൾ ലൈവായി പ്രത്യക്ഷപ്പെടുമെന്ന് പലർക്കും മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. സിക്കെ, ആ കോൾ എവിടുന്നാ വന്നെന്നറിയോ? അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞു. കോളിന്റെ ഉറവിടം സിറ്റിന്ന് വടക്ക് പടിഞ്ഞാറ് മാറി തീരദേശ റോഡിലുള്ളൊരു കോയിൻ ബോക്സിൽ. അവിടെ നിന്നും 5 ടീനേജ് പിള്ളേരെ വിളിച്ചിരിക്കുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ സ്റ്റീഫ, ആരാണ് ഈ അജ്ഞാത കോളിന്റെ ഉറവിടമെന്ന്? 5 fingers. യെസ്, 5 ഫിംഗേഴ്സ്. അവരാണ് ഇതിന് പിന്നിൽ. ഇന്ന് രാത്രി 9 മണിക്ക് അവർക്ക് എന്തോ ഒരു പ്ലാനുണ്ട്. ദേ, താൻ വളരെ സൂക്ഷിക്കണം. രാത്രി 9 മണി വരെ. ബി കെയർഫുൾ, ഓക്കെ? GTVയിൽ ഇന്ന് രാത്രി 9 മണിക്ക് റോസി മർഡറിന്റെ ലൈവ് ഷോ. 5 ഫിംഗേഴ്സ്. എന്നെ ഭയപ്പെടുത്തി നോക്കുകയാണല്ലേ വിട്ടികൾ. അവർക്ക് എന്ത് തെളിവ് കിട്ടി? എങ്ങനെ കിട്ടി? ഒരിക്കലും ഞാൻ അവശേഷിപ്പിക്കാതെ വിട്ട ഏത് തെളിവ് അവർക്ക് കിട്ടിയത്? ഒരിക്കലും നടക്കാത്ത കാര്യം, ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. Stupids. എന്താ സാർ? എന്തോടാ അവിടെ ബഹളം? അത് പിന്നെ കുട്ടികൾ TV വെച്ചു. TV വെച്ചെന്നോ? എന്നോട് പെർമിഷൻ വാങ്ങാതെ ആരോടോ TV വെച്ചത്? എന്തിനാ വെച്ചത്? അത് പിന്നെ സാറേ, ഇവിടുത്തെ പിള്ളേർ ചിലർക്കൊക്കെ ഒരു ഫോൺ വന്നു. എന്ത് ഫോൺ? ആരാ ഫോൺ ചെയ്തത്? ഫോൺ ചെയ്തത് ആരെന്ന് അവർക്കാർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഫോണിൽ വിളിച്ചു പറഞ്ഞ കാര്യം റോസിയെ കൊന്നതിന്റെ തെളിവും കൊല ചെയ്ത ആരെന്നും രാത്രി 9 മണിക്ക് TVയിൽ വരുമെന്നാ. അത് കാണാൻ വേണ്ടി കുട്ടികളെല്ലാം ഇപ്പോഴേ TV വെച്ചിരിക്കുകയാണ് സാർ. അങ്ങനെ ഒരു കോള് തനിക്ക് വന്നു? ഇല്ല സാർ. സാറിന് വന്നായിരുന്നോ? അത് താൻ അറിയണ്ട. സാർ, ഫോൺ ചെയ്ത് പറഞ്ഞ കാര്യം ഉള്ളതായിരിക്കോ? രാത്രി 9 മണിക്ക് അന്നത്തെ കാര്യങ്ങൾ വല്ലതും കാണിക്കോ സാർ? നിർത്തണോ? അന്ന് നടന്ന കാര്യങ്ങൾ 5 ഫിംഗേഴ്സ് എന്നല്ല. അവന്റെയൊക്കെ അപ്പന്മാരോ സാക്ഷാൽ ദൈവം തമ്പരാനോ വിചാരിച്ചാൽ TV കാണിക്കാൻ ഒക്കില്ല. അതിന് എന്റെ കണ്ണുകൾ മാത്രമാണ് സാക്ഷി. ഒരു ക്യാമറ കണ്ണിലും പെടാത്ത സത്യങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ടാണോ 9 മണിക്ക് TV കാണിക്കാൻ പോകുന്നത്? പിന്നെ അവരെന്തിനാ ഫോൺ ചെയ്ത് പറഞ്ഞത്? അവന്റെയൊക്കെ അമ്മൂമ്മയുടെ കെട്ടിടന്നിട്ട് പഴയ വല്ല വീഡിയോ കാണിക്കാനായിരിക്കും. സാർ, നമുക്കെന്തെങ്കിലും കുഴപ്പം വരുമോ സാർ? സാറിനെ വിശ്വസിച്ചാണ് ഞാൻ 5 ഫിംഗേഴ്സിനെതിരെ കേസ്. താൻ എന്നെ വട്ടുപിടിപ്പിക്കാതെ പോടോ എവിടെയെന്ന് വെച്ചാ. അവന്റെയൊക്കെ ഒരു TV പരിപാടി ഇന്നത്തോടെ എല്ലാം തീർക്കും ഞാൻ. മാറോ? ഇങ്ങേർക്ക് എന്തൊക്കെയോ സംഭവിച്ചു തുടങ്ങി തോന്നുന്നു. കർത്താവേ, എനിക്ക് കുഴപ്പമൊന്നും വരരുതേ. എഴുതേക്കളല്ല. നീക്ക് എന്താണ് അവിടെ കാണിക്കുന്നത്? സാർ, അത് ഞങ്ങൾ വെറുതെ ബേസ്ബോൾ കാണാൻ. TV കാണുന്ന സമയമാണോ ഇത്? ഈ സമയത്ത് ഇവിടെ TV അലൗഡല്ല. നീയൊക്കെ ഹോളിഡേസിൽ മാത്രം TV കണ്ടാൽ മതി. അതല്ല ഇവിടുത്തെ റൂള്. പിന്നെ എന്നോട് പെർമിഷൻ വാങ്ങാതെ എന്തിനാ ഇവിടെ TV വെച്ചത്? സാർ, അത് പിന്നെ ഞങ്ങൾക്കെല്ലാം റോസിയുടെ മർഡറിനെ പറ്റി ഒരു അജ്ഞാത ഫോൺ വന്നു സാർ. റോസി കേസിന്റെ തെളിവുകൾ ഇന്ന് രാത്രി 9 മണിക്ക് TV കാണിക്കും സാർ. കൊലപാതകളെയും കാണിക്കും സാർ. അത് കാണാൻ വേണ്ടിയാ ഞങ്ങൾ TV വെച്ചത്. അതൊക്കെ കാണാനാണെങ്കിൽ നീയൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ പോണം. ഈ ബോർഡിങ്ങിനകത്ത് ഈ സാധനം ശബ്ദിക്കരുത്. ശബ്ദിച്ചാൽ പിന്നെ നീയൊന്നും ഇത് കാണില്ല. തല്ലിപ്പടിച്ച് കളയും ഞാൻ. നീ ആർക്കെങ്കിലും കാണോടാ TV? കാണോന്ന്? സാർ, ഇന്ന് രാത്രി 9 മണിക്ക് റോസിയുടെ മർഡറിന്റെ കാര്യങ്ങൾ അറിയാനെങ്കിലും ഞങ്ങളെ TV കാണാൻ അനുവദിച്ചൂടെ? അനുവദിച്ചില്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്യും?
സാർ റോസിയുടെ കേസ് തെളിയുന്നത് സാറിന് കാണണ്ടേ? അത് തെളിയുന്നോടെ കുറ്റവാളി അറസ്റ്റിലാവില്ലേ? അതോടെ റോസിയുടെ ഗോസിന്റെ ശല്യം തീരില്ലേ? കാണാൻ ഞങ്ങൾക്കും അവകാശമില്ലേ സാർ? ഓഹോ, നിനക്കൊക്കെ അവകാശം വേണമല്ലോടാ. പോടാ, ഇവിടെ നിൽക്കാതെ പോകാൻ. ഇന്നത്തെ ദിവസം ഈ സാധനം എവനെങ്കിലും തൊട്ടാൽ തൊടുന്നവനെ വെച്ചേക്കില്ല ഞാൻ. ഓഹോ, നിനക്കൊക്കെ അവകാശം വേണമല്ലോടാ. പോടാ, ഇവിടെ നിൽക്കാതെ പോകാൻ. ഇന്നത്തെ ദിവസം ഈ സാധനം എവനെങ്കിലും തൊട്ടാൽ തൊടുന്നവനെ വെച്ചേക്കില്ല ഞാൻ. ഇറങ്ങി പോടാ. സാറേ, 9 മണിക്ക് കൊലക്കേസിന്റെ കേസ് ടിവിയിൽ വരുമെങ്കിൽ ഈ കുട്ടികളെ ആട്ടി ഓടിച്ചിട്ട് എന്താ കാര്യം? വേറെ എത്രയോ പേര് ഇത് കാണും. എല്ലാരും തടയാൻ സാറിനെ കൊണ്ട് പറ്റുമോ? തടയേണ്ടത് ആരെയാണെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി 9 മണിക്ക് നമ്മൾ രണ്ടുപേരും കുടുങ്ങുമോ സാറേ? ഇന്ന് രാത്രി 9 മണി. അതിനു മുമ്പ് 5 ഫിംഗേഴ്സിന്റെ ഈ പ്ലാൻ ഞാൻ തകർത്തിരിക്കും. ജെയിംസ്, മണി 8 കഴിഞ്ഞു. 9 മണിയെന്നല്ലേ നീ എല്ലാരും വിളിച്ചു പറഞ്ഞത്? റാം, നിന്റെ ശിവൻ എന്ത് പറഞ്ഞു? ശിവേട്ടൻ നിങ്ങൾ പറഞ്ഞ പ്രകാരം ലൈവ് ഷോയ്ക്കുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കഴിഞ്ഞു. എടാ, നമ്മുടെ ഷോയെ പറ്റി ശിവേട്ടൻ ആരോട് പറയുമെന്ന് പറഞ്ഞില്ലേ? അതാരാണെന്ന് അറിയാൻ പറ്റുമോ? അത് ശിവേട്ടൻ പറഞ്ഞില്ല. ശിവേട്ടൻ ആരോടെങ്കിലും പറയട്ടെ. അതൊരിക്കലും നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന കാര്യമായിരിക്കില്ല. ഇപ്പൊ ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ജെയിംസ്, എല്ലാരെയും വിളിച്ചറിയിച്ച് 9 മണിയെന്ന് സമയം എത്താൻ ഇനി 1 മണിക്കൂർ മാത്രമാണുള്ളത്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? റോസിയുടെ കൊലപാതകമെന്ന് നീ പറയുന്നു. നടന്നു കഴിഞ്ഞ സംഭവം എങ്ങനെ TV കാണിക്കും? അതും ലൈവ് ഷോ ആയിട്ട്. എടാ, ഇത് നിന്റെ വല്ല നമ്പറുമാണോ? കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ 5 ഫിംഗേഴ്സിന്റെ അഡ്രസ്സേ പോവും. പറഞ്ഞേക്കാം. നമ്മുടെ ടാർഗറ്റിലെത്താൻ 1 മണിക്കൂർ അവശേഷിക്കുമ്പോഴും നിങ്ങൾക്കെല്ലാം സംശയമുണ്ടല്ലേ? ജെയിംസ് ആൽബർട്ട് പറഞ്ഞതുപോലെ സംഭവിക്കും. റോസിയുടെ കൊലപാതകമോ? എങ്ങനെ സംഭവിക്കും? എങ്ങനെയാണോ ആ കൊലപാതകം നടന്നത് അങ്ങനെ. ജിംസെ, എവിടെ നടക്കുന്ന നീ പറയുന്നേ? റോസിയുടെ കൊലപാതകം എവിടെയാണോ നടന്നത് അവിടെ. അളിയ, F ബ്ലോക്കിലോ? യെസ്, എഫക്കിൽ ആ കൊലപാതകം ഇന്ന് രാത്രി 9 മണിക്ക് വീണ്ടും നടക്കും. ഞാനെന്താ ചെയ്യേണ്ടത്? നീയാണ് ചെയ്യേണ്ടത്. നിനക്കാണ് ചെയ്യാൻ ഏറെയുള്ളത്. റോസിയാകുന്ന നിന്നെ സ്റ്റീഫൻ ഒരിക്കൽ കൂടി വധിക്കും. എന്നെയോ? ജെയിംസ്, നീ എന്തായി പറയുന്നത്? ഇവളെ സ്റ്റീഫന്റെ മുമ്പിലേക്ക് ഇരയായിട്ട് ഇട്ടുകൊടുക്കാനോ? അത് ഭയങ്കര അപകടമാണ്. പേടിക്കണ്ട, ഇവൾക്കൊന്നും സംഭവിക്കില്ല. മറ്റു പലതും സംഭവിക്കുമ്പോ ജ്യോതി 5 ഫിംഗേഴ്സിനിടയിൽ സുരക്ഷിതയായിരിക്കും. എടാ, നീ പറഞ്ഞതുപോലെ നടക്കണമെങ്കിൽ സ്റ്റീഫൻ F ബ്ലോക്കിൽ ഈ രാത്രി തന്നെ എത്തണ്ടേ? അതിനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എങ്ങനെ ആ ബുദ്ധിരാക്ഷസനെ വകവരുത്തും? സ്റ്റീഫൻ ഇതിനകം നമ്മുടെ ഈ നീക്കങ്ങളൊക്കെ മണത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ഒരു ട്രാക്കിലും വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കും. അയാളെ കിട്ടുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? സ്റ്റീഫൻ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? എന്റെ കൂടെ ഇത്രയും നേരം നടന്ന നിങ്ങളിതറിഞ്ഞില്ല. പിന്നെയാണോ സ്റ്റീഫൻ? ഇത്രയും പ്രതീക്ഷയോടെ ഒരുക്കിയ കെണി വെറുതെ ആവോ? ഒരിക്കലുമില്ല. അവസാനം എന്താണ് സംഭവിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഈ കളി തുടങ്ങിയത്. അതറിയാവോ നിങ്ങൾക്ക്? ജെയിംസ്, നീ പറയുന്നല്ല ശരി തന്നെ. കേവലം മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിനു വേണ്ടിയാണോ ശിവേട്ടനോട് F ബ്ലോക്ക് നീ പറഞ്ഞത്? ഇതൊന്നും ശിവേട്ടൻ അറിയില്ല. ശിവേട്ടൻ എല്ലാം അറിയും റാം. ഇനി നമ്മൾ ചെയ്യേണ്ട ജോലി മാത്രമാണ് പൂർത്തിയാക്കേണ്ടത്. എന്താണ് ഇനി നമ്മുടെ ജോലി? ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സിംഹമാണ് സ്റ്റീഫൻ. ആ സിംഹത്തെ പുകച്ച് പുറത്ത് ചാടിക്കണം. അതിനുള്ള പുകമറയാണിവൾ, ജ്യോതി. ഇനിയുള്ള ഏതാനും മിനിറ്റുകൾ
ആ മിനിറ്റുകളാണ് റോസി കൊലക്കേസിൽ ഫൈവ് ഫിംഗേഴ്സിന് സംഭവിക്കാൻ പോകുന്ന വിധിയുടെ നിമിഷങ്ങൾ. ഒഴിഞ്ഞുമാറാൻ സ്റ്റീഫൻ കളിക്കും അവസാന നിമിഷം വരെ. അവൻ ഒഴിഞ്ഞുമാറാതിരിക്കാൻ നമ്മളും കളിക്കും. അതിനുള്ളതാണ് ഈ അവസാന നിമിഷങ്ങൾ, കലാശക്കളിയുടെ നിമിഷങ്ങൾ. എല്ലാവരും തയ്യാറാണോ? ഞങ്ങൾ റെഡി. പക്ഷേ ജെയിംസെ, ജ്യോതി എങ്ങനെ സ്റ്റീഫനെ പുറത്തു കൊണ്ടുവരും? അല്ല, എന്താണ് 9 മണിക്ക് മുമ്പ് സംഭവിക്കാൻ പോകുന്നത്? രാഹുൽ, 9 മണിക്ക് മുമ്പ് ഇവിടെ എന്ത് സംഭവിക്കുമെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്? പറയാം. ഒരു സാധു പെൺകുട്ടിയുടെ ക്രൂരമായ കൊലപാതകത്തിന്റെ പുനർജനിക്കുന്ന സത്യം. കമോൺ. സാർ, എന്താണ് സാർ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഇന്ന് രാത്രി 9 മണിക്ക് റോസി കൊലക്കേസിന്റെ ലൈവ് ഷോ ഉണ്ടെന്നും പറഞ്ഞ് ഫോൺ വന്നില്ലായിരുന്നോ? അതിന്? സാറേ, അതിനെന്തോ കള്ളത്തരമുണ്ട്. എന്ത് കള്ളത്തരം? ഇവിടെ താൻ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? അവര് റോസി കൊലക്കേസിന്റെ കാര്യങ്ങൾ TV കാണിക്കുമെന്ന് പറഞ്ഞതിന്റെ ടെക്നിക്ക് എനിക്കിപ്പോഴേ സാർ മനസ്സിലായത്. എടോ, എന്ത് കുന്തം മനസ്സിലായെന്നാ പറയുന്നേ? എനിക്ക് എന്റെ കണ്ണിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല സാർ. റോസിനെ കണ്ടു, ഇപ്പൊ കണ്ടു. എവിടെ? ഇവിടുത്തെ അടുക്കളയിൽ. ഞാൻ അവളെ അടുക്കളയിട്ട് പൂട്ടി സാർ. അവള് റോസ് തന്നെയാണ് സാർ. റോസി മരിച്ചിട്ടില്ല. ഞാൻ അവളെ അടുക്കളയിട്ട് പൂട്ടി സാർ. അവള് റോസ് തന്നെയാണ് സാർ. റോസി മരിച്ചിട്ടില്ല. എടോ, എന്താ റോസി? അവള് മരിച്ചിട്ടില്ല സാർ. ജീവനുള്ള റോസിയാണ് ഞാൻ കണ്ടത്. ജീവനുള്ള റോസി. നോ, ഞാനത് വിശ്വസിക്കില്ല. എടോ, ഞാൻ അവളെ കൊന്നതാ. പിന്നെങ്ങനെ? ഇതിലെന്തോ കളിയുണ്ട് സാർ. റോസി മരിച്ചിട്ടില്ല. ജീവനോടുള്ള റോസിയെ സാറിന് ഞാൻ കാണിച്ചു തരാം. സാർ എന്റെ കൂടെ വാ. എടോ, സത്യമാണോട് താനി പറയുന്നേ? അവൾ മരിച്ചില്ല? സത്യമാണ് സാർ. മരിക്കാത്ത റോസിയാണ് എല്ലാവരെയും വിറപ്പിച്ച പ്രേതം. ഞാൻ അവളെ പൂട്ടിയിട്ടിരിക്കുക. സാർ അങ്ങോട്ട് വാ. വിടരുത് അവളെ. ഈ ബോർഡിംഗിൽ ഇക്കാര്യം ഒരു കുഞ്ഞുങ്ങളറിയരുത്. വാ. എടോ, താനവളെ പൂട്ടിയിട്ടത് സത്യമാണോ? ഞാൻ അവിടെ തന്നെയാ പൂട്ടിയിട്ടത്. അവള് റോസി. റോസി ആരാത്? സാറേ, അങ്ങോട്ട് പോണ്ട. ആരാന്നല്ല ചോദിച്ചത്? അത് സാറേ റോസ് തന്നെയാണ്. സാറേ, അടുത്തേക്ക് പോട്ട. ആരാന്നല്ല ചോദിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? സാറേ, വേണ്ട സാറേ, നമുക്ക് തിരിച്ചു പോകാം സാറേ. വിടോ. റോസി, റോസി, റോസി. 9 മണിക്ക് എന്ത് സംഭവിക്കും? എന്താണ് ആ ഫോൺ ചെയ്ത ആള് വ്യക്തമാക്കിയത്? റോസിയുടെ കൊലയാളിയെയോ അതോ കൊലക്കേസിന്റെ തെളിവുകളോ? എന്തായിരിക്കും 9 മണിക്ക് സംഭവിക്കാൻ പോകുന്നത്?
വാസ്തുവിൻ വസ്തുതകളറിയുന്ന ദ്രോണ, വാസ്തവം ഹൃദയത്തിലറിയുന്ന ദ്രോണ, സമയാകാറായല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ. 9 മണി എന്നല്ലേ പറഞ്ഞത്? ഓ, ഇത് ചുമ്മാ പറ്റിക്കാനാ. സൈലൻസ്. സമയായി വരുന്നതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് കിടന്ന് ബഹളം വെക്കാതെ. റോസിക്കൊരൊക്കെ സിതാരം തുടങ്ങിയില്ലയോ? എപ്പോഴേ തുടങ്ങി, അതല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. മണി 9 എവിടെ റോസിക്കൊരക്കസ്? ഞാൻ പറഞ്ഞില്ലേ, ഇതാരുടെ ചീറ്റിങ്ങാ.